സിനിമാ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ്. അല്ല എന്താ അത്? മമ്മൂട്ടിയുടെ ആത്മകഥ ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അതാ തൂങ്ങിക്കിടക്കണേ. മോഹൻലാലിൻ്റെതോ? അതുണ്ട്. ഇതാണോ? അല്ലല്ല, അതകത്തുണ്ട്. വീക്ക് ഉണ്ടല്ലോ. ജയലക്ഷ്മി അതുണ്ടല്ലോ. ടുഡേ അതുണ്ടല്ലോ. എന്നാ ഇതെല്ലാം ഞാൻ എടുക്കുക. കളിക്കല്ലേ, പൈസ തരാട്ടോ. എത്ര വേണ്ടി വരും? 1000, 2000, 3000, 5000? കുറേ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ, അങ്ങനെയെങ്കിലും ഒന്ന് ചെലവാകട്ടെ. സാറേ, പടക്കണ്ട്, വേണം. പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം. ആ പടക്കല്ല, ഈ പടക്കം. പിടിയിടേ. അസല് പടക്കം. തണുപ്പുള്ള രാത്രി, വിശാലാക്ഷി വികാര വിവശയായി വിരിച്ചിട്ട കട്ടിലി മലർന്നുള്ള പൈസ എന്നിട്ട് വായിച്ചോളിയാ. തരങ്ങനെ ചിലക്കാടോ. എങ്ങും നിശബ്ദത, നനനനത്ത കാറ്റ്, മാറത്തുനിന്ന് സാരി ഊർന്ന് തറയി വീണു. അവൾ വെറുവെറുത്തു. ചേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. പ്ലെയിൻ ലേറ്റാണോ? പ്ലെയിൻ അത്ര ഒന്നുകൂടെ വായിച്ചേ. ചേട്ടൻ വരാറായി. എങ്ങു നിന്നോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം. ടപ്പ് 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 ടപ്പ്. അവൾ ജനലിലൂടെ ഏറി വരുന്നില്ല. ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. വരൂ ചേട്ടാ. കഴിവണ മോനെ, എന്റെ ബ്ലൂഫിലും കൊടുക്കും. എന്റെ സാറേ, ഞാൻ ഇസ്മാൻ കളർ ഫിലിമാണ് കൊടുത്തത്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്നായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. മേലാൽ ഈ കാസറ്റ് പരിപാടിയായിട്ട് നിന്നെ എവിടെയാണ് കണ്ടുപോയാൽ നിന്റെ നട്ടം ഞാൻ വരും. അതുണ്ടെങ്കിലല്ലേ ഊരിയെടുക്കാൻ പറ്റൂ. എന്ത് പറ്റി? 2 രൂപയ്ക്ക് പറ്റി. ചേട്ടൻ വന്നു, ചേട്ടൻ പോയി. നീ കണ്ടില്ല? കണ്ടു. കളർ പടം ഞാൻ നിർത്തി. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നെ ആശുപത്രി കൊണ്ടുപോകും. വിഷമിക്കാതെ എന്റെ താമര. എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാറി. വീരഭദ്ര എന്ന സിനിമയില്, അല്ല പടത്തില്, കാസറ്റില് പൈക്കിന്ന് വീണാടി പെണ്ണേ. ഇമോഷണലാകാതെ താമര. കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് ഇളകിയെന്നാണ് തോന്നുന്നത്. എന്ത് ചന്തമുള്ള മൂക്കായിരുന്നു. ഫീസ് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാ. എല്ലാ പ്രാവശ്യം എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വരും. അപ്പന്റെ പേര് ഒരുപാട് നോട്ടീസ് വന്നതല്ലേ. ഒരു മൈക്ക് സെറ്റ് എടുത്ത് വെച്ച് കയറി. 2 ഇഞ്ച് വില ചവിട്ടിപ്പൊളിച്ച കാലാണിത്. ഒരു താങ്ങോച്ചാന്നോ ഉണ്ടല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വല്ല മടത്തിനും പോയി ചേരും. എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഞാൻ എന്താണ് കേൾക്കണത്? എന്റെ വിരോ നീ ചങ്കിടിച്ച് പദമാക്കല്ലേ. എല്ലാം ശരിയാകുമടി. നിന്റെ കരച്ചിലുണ്ടല്ലോ, അത് മാത്രം ഞാൻ സഹിക്കുകയില്ല. കറിക്ക് എന്ത് കിട്ടി വിരോ? ഇച്ചിരി കൊഴുവ. കൊഴുവയാണാ? എന്നാ പീരയിട്ട് പറ്റിയില്ലേ? എന്നെ അങ്ങനെ പറ്റിക്കണ്ട. എന്താ പ്രശ്നം? നീ 2-3 ദിവസമായിട്ട് എവിടെയായിരുന്നു മോനെ? അമ്മച്ചിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. നീ ഒന്ന് പോടാ. ഓ, എന്തൊരു സെന്റിന്റെ മണം മകനെ. ചേട്ടന്റെ ഡ്രസ് അസലായിരിക്കുന്നു. സിസിലി കുട്ടിക്കൊന്നും മേടിച്ചില്ലേ മോനെ? അത് സാരമില്ലേട്ടാ. അവന് വിശക്കുന്നുണ്ടാവും, വല്ലതും കൊടുക്കു വരും. വാ മോനെ. മോൻ പോയി വല്ലതും കഴിക്കേ. സിസിലി, എനിക്കൊന്നും വേണ്ടേട്ടാ. ചേട്ടൻ വലിയൊരാളെ കണ്ടാൽ മാത്രം മതി. രണ്ടു മൂന്ന് പ്രാവശ്യമായി വരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കുഞ്ഞെ. സാറില്ലാന്ന് പറഞ്ഞിട്ട് പോവണ്ടേ? വല്ലാത്തൊരു മനുഷ്യൻ.
ശരി പപ്പ, വേഗം വരണം. പപ്പ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കൂ. ആ ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? ഇത്ര ഓപ്പണായിട്ട് ത്രട്ടം ചെയ്യുമ്പോ ഒരു കരുതൽ, അത്രേ ഉള്ളൂ. ഓ സാമി, ഒരു ഇരുമ്പ് ചട്ടയ്ക്ക് ഓർഡർ കൊടുത്തേക്ക്. എന്നാ ഞാൻ ഇനി അത് വിട്ടോണ്ട് നടക്കാം. എന്താ? ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബോംബെയിലുള്ള ബ്ലൂമറൈൻ ഇന്റർനാഷണൽ വെറുതെ ഇരിക്കില്ല. ഇതിനു മുൻപും അവർ നമ്മുടെ പൊരുതി തൊട്ടിട്ടുള്ളതാ. മിസ്റ്റർ പൊതുവാ, ഈ കാര്യത്തിൽ തോൽവിയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കോട്ട് ചെയ്യുന്ന തുകയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ്. ബിസിനസ്സിൽ വാശി വേണം, വൈരാഗ്യം എന്തിനാ? ഈ ത്രട്ടണിങ് എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ടെൻഡർ കിട്ടിയാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ചില കളികളൊക്കെ കളിക്കാൻ സാധിക്കും. ഈ അതോ ലോകത്തെ തീറ്റി പോറ്റുന്നത് തന്നെ അടുക്കാനും അകലാനും കൊള്ളാത്ത ഈ മൂർഖം പാമ്പുകളാണല്ലോ. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 12,000 തൊഴിലാളികളുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. സർ, പോലീസ് കമ്മീഷനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തിനാ? എന്റെ വീടിന് ചുറ്റും കാവൽ നിർത്താൻ? അയാൾ അല്ലെങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചാടി കടിക്കാൻ വരുന്നവനാ. ഒരു എസ്കോർട്ട് ഉള്ളത് എന്റെ ജന്മത്തിനൊരു സമയം ദൈവം കണ്ടെത്തി. അതുപോലെ മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും.
അതിനെ മറികടന്ന് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. യെസ് സർ.